നായർ സർവീസ് സൊസൈറ്റിയുടെ കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരു മെഗാ ഇവൻ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഇവൻ്റ് ഈ താലൂക്കിലെ 99 കരയോഗങ്ങളിലെ 3000-ഓളം വനിതകളെ അണിനിരത്തി ഒരു മെഗാ തിരുവാതിരയാണ് സംഘടിപ്പിക്കുന്നത്. ഈ തിരുവാതിരയിൽ 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവരാണ് അണിനിരക്കുന്നത്. ഇങ്ങനെ ഒരു തിരുവാതിര സംഘടിപ്പിക്കുവാൻ കാരണം നായർ സർവീസ് സൊസൈറ്റി എന്നും സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിപത്തുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പോഴേ ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരി, അതുപോലെ തന്നെ മാലിന്യം. ഇതിനെതിരെയുള്ള ഞങ്ങളുടെ ഒരു പ്രതികരണ രീതിയാണ് ഇത്രയും വലിയ ഒരു മെഗാ ഇവൻറ്റിലൂടെ ഞങ്ങൾ ലോകത്തെ അറിയിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ കാലഘട്ടം മുതൽ ചെയ്തുകൊണ്ടേയാണ് ഇരിക്കുന്നത്. ഒരു കാലത്ത് തൊട്ടുകൂടായ്മ അതുപോലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർണരെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാംസ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ലാതെ ഇരുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ തുടങ്ങിയാണ്, അതുപോലെ സ്കൂളുകളും മറ്റ് കലാലയങ്ങളും തുടങ്ങിയാണ് നമ്മൾ മാതൃക കാട്ടിയത്. അതുപോലെ തന്നെ പിന്നീട് പലപ്പോഴും ഓരോ കാലഘട്ടത്തിനും ആവശ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നായർ സർവീസ് സൊസൈറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നിരിക്കുന്ന ഏത് സ്കീമും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഏറ്റവും ആദ്യം അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. ഉദാഹരണത്തിന് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നായർ സർവീസ് സൊസൈറ്റി 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മൈക്രോ ഫൈനാൻസ് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന പേരിലുള്ള സ്ഥാപനം തുടങ്ങിയുണ്ടായി. അതുവച്ച് നായർ സർവീസ് സൊസൈറ്റി ഇന്ന് നമ്മുടെ സ്ത്രീജനങ്ങളെ സ്വയം പര്യാപ്തരാക്കുവാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസാണ് സംഘടിപ്പിക്കുന്നത്. ഏകദേശം 3000 കോടിയോളം രൂപ സ്ത്രീജനങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ ബാങ്കിൽ നിന്നും വായ്പ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് നമ്മുടെ ആരോഗ്യമെന്ന് പറയുന്ന പരിപാടി, അതുപോലെ എല്ലാ രംഗങ്ങളിലും നായർ സർവീസ് സൊസൈറ്റി അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോഴേ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ അരങ്ങേറുന്നത്. തക്കിട്ട 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 ധിം.
താ ധിൻ ധിൻ.
കുന്നത്തുനാട് താലൂക്ക് NSS കരയോഗ യൂണിയന്റെയും വനിതാ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നുമുള്ള 3000-ൽ പരം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന മെഗാ തിരുവാതിര പാർവണേന്ദു 2024 ഏവർക്കും കൃത്യമായ സ്വാഗതം. നമ്മുടെ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ അമിതമായ ലഹരി ഉപയോഗത്തിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണാർത്ഥം കുന്നത്തുനാട് NSS കരയോഗ യൂണിയൻ 3000-ത്തോളം വനിതകളെ അണിനിരത്തി നടത്തുന്ന മെഗാ തിരുവാതിര പാർവണേന്ദു 2024 വേദി തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുവാൻ ഈ ചടങ്ങിന്റെ വിശിഷ്ട വ്യക്തികളെ ഏറ്റവും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ S. രാധാകൃഷ്ണൻ അവറുകൾ, NSS ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ശ്രീശകുമാർ അവറുകൾ, യൂണിയൻ സെക്രട്ടറി ശ്രീ രഞ്ജിത്ത് S. മേനൻ അവറുകൾ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ KP കൃഷ്ണകുമാർ അവറുകൾ, പെരുമ്പാവൂർ നഗരസഭ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ ബിജു ജോൺ ജേക്കബ്, ബഹുമാന്യനായ എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ B. ടെനിമോൻ അവറുകൾ, വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ സി നായർ അവറുകൾ, വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീമതി ബിന്ദു മുരളീധരൻ അവറുകൾ, മെഗാ തിരുവാതിര ചിട്ടപ്പെടുത്തിയ ശ്രീമതി അനിത കൃഷ്ണൻ അവറുകൾ, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AT അജിത് കുമാർ അവറുകൾ, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ NP അജയകുമാർ അവറുകൾ, കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു അരവിന്ദ് അവറുകൾ, കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിത മോൾ MV അവറുകൾ, പെരുമ്പാവൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CK രാമകൃഷ്ണൻ അവറുകൾ, പെരുമ്പാവൂർ നഗരസഭ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോൺ ജേക്കബ് അവറുകൾ, പെരുമ്പാവൂർ നഗരസഭ 7ാം വാർഡ് കൌൺസിലറും പെരുമ്പാവൂർ ടൗൺ കരയോഗം പ്രസിഡന്റുമായ ശ്രീ T. ജവഹർ അവറുകൾ, പെരുമ്പാവൂർ നഗരസഭ 8ാം വാർഡ് കൌൺസിലർ ശ്രീ പോൾ പാത്തിക്കൽ അവറുകൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പെരുമ്പാവൂർ PTA പ്രസിഡന്റ് ശ്രീ സിദ്ദിഖ് വടക്കൻ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി അനിത ജി, പ്രോഗ്രാം കൺവീനർ ശ്രീമതി അനിത രാധാകൃഷ്ണൻ, കുമ്മനോട് NSS കരയോഗാംഗം ശ്രീമതി വീണ അനൂപ് എന്നീ വിശിഷ്ട വ്യക്തികളെ തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് വേദി അലങ്കരിക്കുവാൻ ഏറ്റവും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ആ പരമപ്രകാശത്തെ നമുക്ക് ശരണം പ്രാപിക്കാം. ഭദ്രദീപ പ്രകാശനത്തിനായി വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീമതി ബിന്ദു മുരളീധരനെ ക്ഷണിക്കുന്നു.
ഈശ്വര പ്രാർത്ഥന, ആചാര്യ സ്മരണ എന്നിവയ്ക്കായി കുമ്മനോട് NSS കരയോഗാംഗം ശ്രീമതി വീണ അനൂപിനെ ക്ഷണിക്കുന്നു. ആചാര്യസ്മരണം. ശ്രീപത്മനാഭം മനോരമ്യരൂപം കർമ്മപ്രവീര്യം വിശുദ്ധിപ്രഭാവം ധർമ്മസ്വരൂപം വിശാലാന്തരംഗം പരം പൂജനീയം നമാമി സദൈവം. ആചാര്യ തസ്മൈ നിതാന്തം നമസ്തേ ചിരം നായർ വംശ പ്രദീപ നമസ്തേ ശ്രീമന്നഗേഹാദിനാഥ നമസ്തേ സമസ്താഭിവന്ദ്യ നമസ്തേ നമസ്തേ സമസ്താഭിവന്ദ്യ നമസ്തേ നമസ്തേ. പാർവണേന്ദു 2024ലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി യൂണിയൻ സെക്രട്ടറി ശ്രീ രഞ്ജിത്ത് S മേനോൻ അവരുകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശേഷിച്ച് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആരും ഭയപ്പെടേണ്ട പ്രസംഗമില്ല, നേരെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നടുക്ക് നിൽക്കുന്ന കുഞ്ഞുകുട്ടികൾ ഇരിക്കാൻ തുടങ്ങി. നിങ്ങൾ 1 മണിക്കൂറോളം നിൽക്കുകയാണ് എന്ന് ഏവർക്കും അറിയാം. ഇവിടെ പ്രസംഗത്തിനല്ല പ്രസക്തി. ലഹരി എന്ന ആ മാരകമായ വിഷത്തെ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടി അതിന് ചുക്കാൻ പിടിക്കേണ്ടത് ഈ സമൂഹത്തിലെ സ്ത്രീകളാണ് എന്ന് മനസ്സിലാക്കി അത് തിരുവാതിര എന്ന ആ മഹാകലാരൂപത്തിലൂടെ പെരുമ്പാവൂർ പ്രദേശത്ത് കുന്നത്തുനാട് താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ മെഗാ തിരുവാതിര അവതരിപ്പിക്കുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ യൂണിയൻ വൈസ് പ്രസിഡന്റും NSSന്റെ പ്രതിനിധി സഭാ അംഗവുമായ ശ്രീ CS രാധാകൃഷ്ണൻ ചേട്ടൻ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ ഈ കുന്നത്തുനാട് താലൂക്ക് യൂണിയന്റെ കഴിഞ്ഞ 5 വർഷക്കാലമായി വിവിധങ്ങളായ പരിപാടികൾ നടത്തി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ യൂണിയൻ പ്രസിഡന്റും നായർ സർവീസ് സൊസൈറ്റിയുടെ നായക സഭാംഗവുമായ അഡ്വക്കേറ്റ് K. ശിവകുമാർ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ബഹുമാനനായ ഇന്ന് നമുക്ക് ഈ മെഗാ തിരുവാതിര അവതരിപ്പിക്കുവാൻ അവസരം ഒരുക്കി തന്ന അതിന് നമ്മുടെ നഗരസഭാ ചെയർമാൻ, അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. നമ്മുടെ ഉദ്യമം എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ വേദി അനുവദിച്ചു തന്ന ബഹുമാനനായ പെരുമ്പാവൂർ നഗരസഭയുടെ ചെയർമാൻ ശ്രീ ബിജു ജോൺ ജേക്കബ്, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഉദ്യമത്തിന്റെ പ്രതിജ്ഞ. അതിന്റെ കൂടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടൊപ്പം തന്നെ ഇന്ന് മാലിന്യമുക്തം, ഇന്നെവിടെയും പ്ലാസ്റ്റിക്കിന്റെയും മാലിന്യം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ അത് നീക്കം ചെയ്യുവാൻ പങ്കാളികളാകണമെന്ന ഒരു പ്രതിജ്ഞയും അദ്ദേഹം നമുക്ക് ചൊല്ലിത്തരുന്നുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഏവരും അങ്ങേ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, ഇന്ന് നമ്മളുടെ ഈ ഉദ്യമത്തിന്റെ പ്രധാന ലക്ഷ്യം ലഹരി വിരുദ്ധ സന്ദേശം, അതിന്റെ പ്രചരണാർത്ഥമാണ് നമ്മളിന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്. അത് ആ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് ശ്രീ ബി ടെനിയോമോൻ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എറണാകുളം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കെ പി കൃഷ്ണകുമാർ, ബഹുമാന്യനായ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ AT അജിത് കുമാർ, രായമംഗലം പഞ്ചായത്തിന്റെ ബഹുമാന്യനായ NP അജയ്കുമാർ മാഷ്. അടുത്ത ആളെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ആ ആള് നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സിന്ധു അരവിന്ദ്. ഒന്ന് കൈപോക്കി കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, കോളേജിലുള്ളവർക്ക് അറിയില്ല. അടുത്തത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന കുന്നത്തുനാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിതാമോൾ നിങ്ങളോടൊപ്പം നിന്ന് കളിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ പെരുമ്പാവൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CK രാമകൃഷ്ണൻ നമ്മളിലുള്ള ആളാണ്. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ പെരുമ്പാവൂർ 7ാം വാർഡ് കൗൺസിലറും വിശിഷ്യ പെരുമ്പാവൂർ ടൗൺ NSS കരയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ T ജവഹർ, സിദ്ദിഖുടക്കൻ, അനിതാജി ഉണ്ട്. വനിതാ യൂണിയന്റെ ബഹുമാന്യനായ പ്രസിഡന്റ്, നിങ്ങളേവരും കരുതുന്നുണ്ടാവും ആദ്യം വിളിക്കേണ്ടതായിരുന്നു എന്ന് പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്തു എന്ന് മാത്രം. വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ സിംഗ് നായർ, വനിതാ യൂണിയന്റെ സെക്രട്ടറി ശ്രീമതി ബിന്ദു മുരളീധരൻ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കൺവീനർ അനിത രാധാകൃഷ്ണൻ, ഇവരെ ഒറ്റവാക്കിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യരായ എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിമാർ, കുട്ടികൾ, മക്കളെ, നിങ്ങളേവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങളെ ഇവിടേക്ക് അയച്ച നിങ്ങളെ ഇവിടേക്ക് അയച്ച കരയോഗത്തിന്റെ ബഹുമാന്യരായ കരയോഗ ഭാരവാഹികൾ, വനിതാ സമാജത്തിന്റെ ഭാരവാഹികൾ, വിശിഷ്യ രക്ഷകർത്താക്കൾ, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനേക്കാൾ ഉപരി ഇന്ന് ഈ മെഗാ തിരുവാതിര എന്ത് എങ്ങനെ എന്ന് കാണുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഈ പെരുമ്പാവൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരെ ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ മെഗാ തിരുവാതിര അവതരിപ്പിക്കുവാൻ ഈ ചുവടുകൾ ചിട്ടപ്പെടുത്തിയ അനില മാഡം എന്റെ തൊട്ടപ്പുറകിൽ ഇരിപ്പുണ്ട്. മാഡം ഒന്ന് എഴുന്നേറ്റുന്ന എല്ലാവരെയും കാണാൻ ആരും കണ്ടിട്ടില്ല. അനില മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടെന്ന് ഒറ്റവാക്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ 2 പേരെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, പക്ഷെ അവരത് സഹിക്കും. അവർക്കറിയാം യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, യൂണിയന്റെ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ യൂണിയന്റെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൊടുക്കണം. ഞാൻ ഒറ്റവാക്കിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. NSS.
നന്ദി ശ്രീ രഞ്ജിത്ത് എസ് മേനോൻ അവരുകൾ. ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ CS രാധാകൃഷ്ണൻ അവരുകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ CS രാധാകൃഷ്ണൻ അവരുകളെ ഏറ്റവും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. വേദിയിലും സദസ്സിലും നിൽക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ അരങ്ങേറുന്ന തിരുവാതിരയും അതുപോലെ തന്നെ മാലിന്യ മുക്ത പ്രതിജ്ഞയും നമ്മളെല്ലാവരും ആദ്യം തന്നെ വ്യക്തി എന്ന നിലയിൽ അത് ഏറ്റെടുക്കണം. അതിനുശേഷം നമ്മുടെ കുടുംബത്തോടൊപ്പം അത് ഏറ്റെടുക്കണം. അതിനുശേഷം നമ്മുടെ സമൂഹത്തെ ഒന്നായി നമ്മൾ ഏറ്റെടുക്കണം. നമ്മളിതൊരു വെറും ചടങ്ങായി നടത്തുകയല്ല. നമ്മളെല്ലാവരും ഈ ലഹരിക്കെതിരെ ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അർബുദം പോലെ പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ നമ്മളെല്ലാവരും ഇതിന്റെ അംബാസഡർമാരായി നിലകൊള്ളണം. ഇന്നു മുതൽ നമ്മളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും ഇന്നൊരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീ S രാധാകൃഷ്ണൻ അവരുകൾ. പാർവണേന്ദു 2024ന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി NSS ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് K ശ്രീശകുമാർ അവരുകളെ ഏറ്റവും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രോഗ്രാം യൂണിയൻ തലത്തിൽ ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഭാരവാഹികൾക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. നമ്മുടെ വനിതകളും കുട്ടികളും എങ്ങനെ അത് ഏറ്റെടുക്കുമെന്ന്. പക്ഷേ
അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉത്സാഹവും ആവേശവും കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി 3000 എന്ന് പറഞ്ഞത് 3000-ന് മുകളിൽ നിങ്ങൾ ഇവിടെ എത്തുമെന്ന്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരയോഗം ഭാരവാഹികൾക്കും അതുപോലെ തന്നെ വനിതാ സമാജം ഭാരവാഹികൾക്കും നായർ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ യൂണിയൻ ഭാരവാഹികൾ കണ്ട ഒരു പ്രത്യേകത, ഈ പ്രോഗ്രാം നിങ്ങളുടേതായി ഏറ്റെടുത്ത് കഴിഞ്ഞ 2 മാസത്തോളം എത്രയും ഉത്സാഹത്തോടുകൂടി എല്ലാവരും നമുക്ക് വേണ്ടത് ഈ ഒരു യൂണിറ്റി നമുക്ക് മുമ്പോട്ട് നിലനിർത്തണം, ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ നമുക്ക് സംഘടിപ്പിക്കണം, അതിനെല്ലാത്തിനും നിങ്ങളുടെ സഹായമുണ്ടാവണം. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം 2 വിപത്തുകൾക്കെതിരെയാണ്. നായർ സർവീസ് സൊസൈറ്റി തുടങ്ങിയ കാലഘട്ടം മുതൽ സമൂഹത്തിന് അതാത് കാലത്ത് ആവശ്യമുള്ള സംഗതികൾ പരിഹരിക്കുന്നതിന് മുൻപന്തിയിൽ തന്നെ നിന്നിരുന്നു. ഇന്നും അതിന്റെ ഭാഗമായി ഈ ലഹരി വിരുദ്ധ അതുപോലെ തന്നെ മാലിന്യമുക്ത കേരളം എത്രയും പെട്ടെന്ന് നടപ്പാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. നന്ദി ശ്രീ അഡ്വക്കേറ്റ് ശ്രീ ശിവകുമാർ അവറുകൾ. അടുത്തതായി മെഗാ തിരുവാതിര പാർവണേന്ദു 2024 ചിട്ടപ്പെടുത്തിയ ശ്രീമതി അനിത കൃഷ്ണൻ അവറുകൾക്കുള്ള ആദരവാണ്. മെഗാ തിരുവാതിരയുടെ ശ്രേഷ്ഠ ഗുരു മാലതി ടീച്ചറിന്റെ ശിഷ്യയായ ശ്രീമതി അനിത കൃഷ്ണൻ പൂതൃക്ക ശ്രീകൃഷ്ണ കലാകേന്ദ്രത്തിന്റെ ഡയറക്ടറും 30 വർഷമായി നൃത്താധ്യാപന രംഗത്ത് സജീവയായ നൃത്ത അധ്യാപികയുമാണ്. ശ്രീമതി അനിത കൃഷ്ണനുള്ള ഉപഹാര സമർപ്പണത്തിനായി വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ സി നായർ അവറുകളെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി ശ്രീമതി അനിത കൃഷ്ണൻ അവറുകൾ. അഡ്വക്കേറ്റ് രേഖ സി നായർ അവറുകൾ. മാലിന്യമുക്ത പ്രതിജ്ഞ നിർവഹിക്കുന്നതിനായി ബഹുമാന്യനായ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ശ്രീ ബിജു ജോൺ ജേക്കബ് അവറുകളെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന CS രാധാകൃഷ്ണൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ NS കരയോഗാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഒരു മഹാവിപത്താണ് ലഹരി. ആ ലഹരിക്കുന്നതിനുള്ള ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുന്നത്തുനാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മെഗാഷോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മാലിന്യം. ആ മാലിന്യം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക്, നമ്മുടെ രാജ്യത്തെ പ്രദേശത്തെ ഏറ്റവും മാലിന്യമാക്കുന്ന ഈ മാലിന്യങ്ങൾ ജനങ്ങളുടെ സഹായത്തോടുകൂടി മാത്രമേ അതിൽ നിന്നും മുക്തിയേറാൻ കഴിയുള്ളൂ. ഈ 2 പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന NSSന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക എന്നതാണ്. അതിലേക്ക് കടക്കുകയാണ്. എല്ലാവരും പ്രതിജ്ഞ ഏറ്റു ചൊല്ലുമല്ലോ. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി
വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാനൊരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയുകയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. നന്ദി ശ്രീ ബിജു ജോൺ ജേക്കബ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ നിർവഹിക്കുന്നതിനായി ബഹുമാന്യനായ എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ ബി ടെനിമോൻ അവരുകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ട തിരുവാതിര കലാകാരികൾ, സ്വാഗത പ്രസംഗനും ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പ്രസിഡന്റും പറഞ്ഞ പോലെ കഴിഞ്ഞ 2 മാസമായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഹരിക്കെതിരെ, മാലിന്യത്തിനെതിരെ NSSന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ നടന്നു വരുന്ന ഒരു സംരംഭം ഏറ്റവും മാതൃകാപരമായ ഒന്നാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ 2 ഭീഷണി തന്നെയാണ് ലഹരിയും മാലിന്യവും. അപ്പൊ അതിനെതിരെ ഇപ്രകാരം ഒരു തിരുവാതിരയിൽ കൂടെ അതിലെ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും മാതൃകാപരമായ ഒന്നാണെന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇവിടെ ഈ ലഹരിയുടെ ദോഷങ്ങൾ, അതിന്റെ ദുരന്തം, അതിന്റെ ആപത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇവിടെ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പൊരുതാൻ പറ്റുന്നത് നിങ്ങൾ പ്രിയപ്പെട്ട അമ്മമാരാണ്. ഈ പങ്കെടുക്കുന്ന ഏപ്രിൽ മഹാഭൂരിപക്ഷവും അമ്മമാർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചെറിയ ഒരു മാറ്റം പോലും ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്ന അമ്മയ്ക്കാണ്. അപ്പോൾ അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ നല്ല ഒരു തീരുമാനം എടുക്കാനും അവരെ നല്ലതിലേക്ക് തിരുത്താനും അമ്മമാർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇത് വളരെയേറെ സംസാരിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ഞങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. NSSന്റെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളുടെ ഓരോ കരയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ഉള്ള മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കുക. ഞങ്ങളുടെ വളരെ നല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവരെ നമുക്ക് വിടാം. നല്ലൊരു ബോധവൽക്കരണം അമ്മമാർക്ക് കൊടുക്കാൻ പറ്റും. കുട്ടികളെ നമുക്ക് നേർവഴിയിലേക്ക് തിരിച്ചു വിടാനും പറ്റും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. എല്ലാവരും കൈ ഉയർത്തി പിടിക്കുക. ഏതുതരം ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ നിയമവിരുദ്ധമായി സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ തിരുവാതിരയ്ക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ബി ടെനിമോൻ അവറുകൾ. അടുത്തതായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉൾക്കൊണ്ടുകൊണ്ട് ലഹരി വിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്തിരിക്കുന്ന ബലൂണുകൾ നാം എല്ലാവരും ചേർന്ന്
ചേർന്ന് പറത്തുന്ന ചടങ്ങാണ്. 3 സാറിന് കൊടുക്കണം. വളരെ മാതൃക ബാക്കി എല്ലാം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഒറ്റ മിനിറ്റ്. സേ നോ ടു ഡ്രഗ്സ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ബലൂണുകൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുകളിലേക്ക് പറത്തുന്നു. സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു ഡ്രഗ്സ്. ഈ ബലൂണുകളെ പോലെ തന്നെ നമ്മളിൽ പൊതിഞ്ഞിരിക്കുന്ന ലഹരിയുടെ അമിത ഉപയോഗം നമ്മുടെ ഉള്ളിൽ നിന്നും പറന്നകലട്ടെ. താങ്ക് യു ഓൾ. ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി പ്രോഗ്രാം കൺവീനർ ശ്രീമതി അനിത രാധാകൃഷ്ണൻ അവരുകളെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കുന്നത്തനാട് താലൂക്ക് യൂണിയന്റെയും വനിതാ യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന പാർവടെന്തോ 2024 എന്ന പ്രോഗ്രാമിന്റെ കൺവീനർ എന്ന നിലയിൽ തീർത്തും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷമുണ്ട്, കണ്ണു നിറയുന്നുണ്ട്. അപ്പോ ഈ കണ്ണു നിറയിൽ സന്തോഷം കൂടുതലാവണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും തിരുവാതിര അതിമനോഹരമാകണം എന്നുകൂടി ഞാൻ പറയുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് തന്നെയാണ് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം 99 കലാപങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്നത്തെ ഇവിടുത്തെ താരങ്ങൾ. കാരണം 2 മാസ സമയമാണ് നമുക്ക് ഉണ്ടായുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ കാലയളവിൽ നമുക്ക് ഇത്രയും മനോഹരമായി നിങ്ങൾ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരയോഗത്തിന്റെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും സഹായം കൊണ്ട് മാത്രമാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള നന്ദിയും കടപ്പാടും സ്നേഹവും താലൂക്ക് യൂണിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ പ്രസിഡന്റും NSS ഡാക് ബോർഡ് അംഗമായ ശ്രീ സുകുമാർ സാർ, നമ്മുടെ യോഗ അധ്യക്ഷൻ ഡോക്ടർ CS രാധാകൃഷ്ണൻ സാർ, നമ്മുടെ യൂണിയൻ സെക്രട്ടറി ശ്രീ രഞ്ജിത്ത് S മേനോൻ സാർ, ഇവർ 3 പേരും എല്ലാ നിർദ്ദേശങ്ങളും തന്നാണ് നമുക്ക് ഇവിടെ വരെ എത്തിച്ചേരാൻ സാധിച്ചത്. ഈ 3 പേർക്കും ഒന്നിച്ചുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും താലൂക്ക് യൂണിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ പാർവണേന്തോ 2024 നമുക്ക് സ്റ്റെപ്പുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു നമ്മുടെ ശ്രീമതി അനിത കൃഷ്ണൻ ടീച്ചറാണ്. ടീച്ചറെ നമ്മൾ പരിചയപ്പെടാൻ കാരണം ഞങ്ങളുടെ വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീമതി ബിന്ദു മോലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ കാണാൻ പോയതും. അന്ന് തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു
ഒരു കാലയളവ് ഇത്തിരി പ്രശ്നമാണ് എന്ന്. പക്ഷെ നമ്മളെല്ലാവരും നല്ല മിടുക്കികളായതുകൊണ്ട് നമുക്ക് സമയം ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ ഇന്ന് തെളിയിക്കാൻ പോവുകയാണ്. ടീച്ചർക്കുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും താലൂക്ക് യൂണിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീമതി ബിന്ദു മുരളീധരൻ, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ സി നായർ, ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഒപ്പം എപ്പോഴും ഉള്ള ആൾക്കാരാണ്. എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഞങ്ങൾക്ക് എപ്പോഴും ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഒരു പ്രവർത്തനത്തിനും ഉണ്ടായിട്ടില്ല. എപ്പോൾ വിളിച്ചാലും എവിടെ വരാനും എല്ലാത്തിനും. ഈ രണ്ടുപേർക്കുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും താലൂക്ക് യൂണിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിന് മുമ്പ് നമ്മൾ 3 റിഹേഴ്സൽ നടത്തിയിരുന്നു. പെരുമ്പാവൂര്, വളയഞ്ചരങ്ങര, വടയമ്പാടി. ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ആദ്യത്തെ റിഹേഴ്സലുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മാറ്റിത്തന്നത് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗവും കറുകപ്പള്ളി കരയോഗാംഗവും ഒരു സിവിൽ എഞ്ചിനീയറുമായ നമ്മുടെ ശ്രീമതി ദിവ്യ മനോജാണ്. ദിവ്യ മനോജിന്റെ പേര് പരാമർശിക്കാൻ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. കാരണം നിങ്ങളിപ്പോ നിൽക്കുന്ന ഒരു പൊസിഷൻ, അതായത് ഫ്രണ്ടിലെ വര, ബാക്കിലെ വര, അതിന്റെ സെന്ററിൽ നിന്നാണ് നിങ്ങൾ കളിക്കേണ്ട നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പൊസിഷൻ ദിവ്യ മനോജിന്റെ കണ്ടുപിടുത്തമാണ്. അപ്പൊ അതിനുള്ള നന്ദിയും, കാരണം ഇന്നത്തെ ഒരു പ്രധാന ഘടകം തന്നെയാണ്, ശ്രീമതി ദിവ്യ മനോജിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ താലൂക്ക് യൂണിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുന്നു. പാർവണേന്ദു 2024 നിങ്ങൾ അധികം കൂടുതൽ കേട്ട പേരും സ്വരവും ശ്രീ അനുരാഗ് പരമേശ്വരന്റെ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഈ പറഞ്ഞ ആൾ നമ്മളുടെ ഇപ്പൊ വേദിയിലില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഗ്രൗണ്ടിൽ ഉണ്ടാവും. നമ്മളുടെ എല്ലാ കാര്യത്തിലും നമ്മളുടെ ഒപ്പം നിന്ന് നമ്മുടെ സഹോദര തുല്യനായ ശ്രീമതി അനുരാഗ് പരമേശ്വരനുള്ള കടപ്പാടും നന്ദിയും താലൂക്ക് യൂണിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ബിജു ജോൺ, ബഹുമാനപ്പെട്ട ചെയർമാൻ പെരുമ്പാവൂർ നഗരസഭ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ ബി ടെനിമോൻ, നമുക്ക് ലഹരി വിരുദ്ധ സന്ദേശഗാനം ചൊല്ലാനും അതുപോലെ നമുക്ക് ഈശ്വര പ്രാർത്ഥന ആചാരസ്മരണ ചൊല്ലിയ ശ്രീമതി വീണ അനൂപ്, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AT അജിത് കുമാർ, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ NP അജയകുമാർ, കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ്, കുന്നത്തനാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിതാമോൾ MV, ബഹുമാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പെരുമ്പാവൂർ നഗരസഭ ശ്രീ CK രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോൺ ജേക്കബ് എന്നിവർക്കുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധിസഭാ അംഗങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ യൂണിയനിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരുടെയും പിൻബലത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുള്ള നന്ദിയും കടപ്പാടും താലൂക്ക് യൂണിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ആങ്കർ ചെയ്ത നമ്മളുടെ അനുരാഗിന്റെ വൈഫാണ് ശ്രീമതി വന്ദന അനുരാഗ്. വന്ദനയ്ക്കുള്ള നന്ദിയും കടപ്പാടും ഞാൻ യൂണിയന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. എല്ലാവരുടെ നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി അനിത രാധാകൃഷ്ണൻ. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പാർവണേന്ദു 2024 തിരുവരങ്ങ് ഉണരുകയായി. തിരുവാതിര കളിയിടത്തിലെ ദീപ പ്രജ്വലനത്തിനായി ശ്രീമതി ബിന്ദു മുരളീധരൻ, ശ്രീമതി അനിത രാധാകൃഷ്ണൻ, ശ്രീമതി ഗിരിജ ഗോപിനാഥ്, ശ്രീമതി സുലേഖ ഗോപാലകൃഷ്ണൻ, ശ്രീമതി സതി എന്നിവരെ ക്ഷണിക്കുന്നു. തിരുവാതിരകളി അങ്കനമാരുടെ ആത്മസൗന്ദര്യത്തിന്റെ അഭിമാനകരമായ ആഘോഷമാണ്. പെണ്ണായി പിറന്നതിന്റെ പെരുമയുടെ വിളംബരമാണ് തിരുവാതിരപ്പാട്ടുകൾ. സാധാരണ ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണിവ. തിരുവാതിരകളി കൂട്ടായ്മയുടെയും ഒത്തുചേരലിന്റെയും പങ്കുവയ്ക്കലിന്റെയും നിറഘോഷമാണ്. ഇവിടെ
പഴമയുടെ മയിൽപ്പീലത്തുണ്ടുകൾ ചേർത്തുവച്ച് പാരമ്പര്യ വഴിയിൽ ചുവടുവയ്ക്കുവാനായി ഉണ്ണി ഗണപതി എന്നു തുടങ്ങുന്ന ഗണപതി സ്തുതി, സരസ്വതിയെ ശരണം എന്നു തുടങ്ങുന്ന സരസ്വതി സ്തുതി, വിഫലം തേ എന്നു തുടങ്ങുന്ന പദം, കുമ്മി, കുറത്തി, വഞ്ചിപ്പാട്ടുകൾ, മംഗളശ്ലോകം എന്ന ശൈലിയിലാണ് പാർവണേന്ദു 2024 ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കുമ്മനോട് NSS കരയോഗാംഗം ശ്രീമതി വീണ അനൂപ് ആലപിച്ച ലഹരി വിരുദ്ധ സന്ദേശ ഗാനത്തോടുകൂടിയാണ് പാർവണേന്ദു 2024 അവസാനിക്കുന്നത്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറി വന്ന തിരുവാതിരകളി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന ലക്ഷ്യം മുൻനിർത്തി ലഹരി വിരുദ്ധ പ്രചരണാർത്ഥം കുന്നത്തുനാട് താലൂക്ക് NSS കരയോഗ യൂണിയൻ ആസ്വാദക സമക്ഷം സമർപ്പിക്കുന്നു പാർവണേന്ദു 2024. ഭദ്രദീപ പ്രകാശനം നടത്തിയ വനിതാ യൂണിയന്റെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗങ്ങൾ നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന മുറയ്ക്ക് നമ്മുടെ 3 ലൈൻ വോളണ്ടിയേഴ്സും പച്ചക്കൊടി ഉയർത്തുമ്പോൾ നമ്മുടെ തിരുവാതിര രാവ് ഉണരുകയാണ്. എല്ലാവരും കൈപിടിച്ചു നിന്ന് തങ്ങളുടെ നിൽക്കുന്ന സ്ഥലം കൃത്യമാക്കി നിൽക്കുക. നമ്മൾ ആ സർക്കിളിനുള്ളിൽ, അതായത് ആ ലൈനിന്റെ അകത്ത് കൃത്യമായി കളിക്കുന്ന രീതിയിൽ കളിക്കുക. നമ്മുടെ ലൈൻ വോളണ്ടിയേഴ്സ്, നിങ്ങൾ റെഡിയാണെങ്കിൽ ആ പച്ചക്കൊടി ഒന്ന് ഉയർത്തിയാൽ അടുത്ത 1 നിമിഷത്തിനകം നമ്മുടെ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. Hare
നല്ല മാനസീലകൾ ചെയ്വതിനും നാളികലോചനമാരേ നാം വീണകളഞ്ഞു വിവിധമുരോ നാളികലോചനമാരേ നാം വീണകളഞ്ഞു വിവിധമുരോ കേളികളാടി മുതരാഗമാലകൾ പാടി കരം കൊട്ടിച്ചാലവേ ചാടി തിരുമുന്നിൽ താളത്തോട് മേളത്തോട് മേളിച്ചന് കോലത്തോട് മാളികളെ നടനം ചെയ്യണം താളത്തോട് മേളത്തോട് മേളിച്ചന് കോലത്തോട് മാളികളെ നടനം ചെയ്യണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം നൃത്യതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ നൃത്യതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ വിദ്യുല്ല താങ്കി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യമതാങ്കി ധനന്തക തത്തിമി തക്കയ്യ തത്വം തത്വമെന്നു മംഗളം വാദയ ചന്ദ്രലേക്ക് തത്വം തത്വമെന്നു മംഗളം വാദയ ചന്ദ്രലേക്ക് നല്ല പദ്യങ്ങൾ ചൊല്ലുകയിടേ കാണിവളകൾ കിലുങ്ങിടവേ പാരം ചേണുറ്റ തങ്ക കുലുങ്ങിടവേ കാണിവളകൾ കിലുങ്ങിടവേ പാരം ചേണുറ്റ തങ്ക കുലുങ്ങിടവേ വേണിയഴിഞ്ഞും നവസുമശ്രേണി പൊഴിഞ്ഞും കളമൃദുവാണി മൊഴിഞ്ഞും സഖിഹെ കല്യാണി കരവേണി സുഖവാണി ശുശ്രോണി നാം ഇണങ്ങി കുമ്മിയടിച്ചിടണം കല്യാണി കരവേണി സുഖവാണി ശുശ്രോണി നാം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം മായമുള്ള രക്തന്മാരിൽ മുമ്പനാം മാരീചൻ പോയവനും കാനനത്തിൽ പൊൻമൃഗമായിട്ട് മായമുള്ള രക്തന്മാരിൽ മുമ്പനാം മാരീചൻ പോയവനും കാനനത്തിൽ പൊൻമൃഗമായിട്ട് തായമൊക്കെ ഹേമനീരം വെള്ളിമാൻ കുളുമ്പ് മായാദേവി സീത മുന്നിൽ ചെന്നു വീണയാടി തായമൊക്കെ ഹേമനീരം വെള്ളിമാൻ കുളുമ്പ് മായാദേവി സീത മുന്നിൽ ചെന്നു വീണയാടി ആനിനെ പീഡിപ്പതിനായി രാമദേവൻ പോയി അടുത്ത ചെല്ലും നേരത്തിങ്കൽ എടുത്തു ചാടിയിട്ടോടും ആനിനെ പീഡിപ്പതിനായി രാമദേവൻ പോയി അടുത്ത ചെല്ലും നേരത്തിങ്കൽ എടുത്തു ചാടിയിട്ടോടും എടുത്തു ബാണം കൊടുത്തു വിട്ടു തറച്ചുമാൻ കരഞ്ഞു കരച്ചിൽ കേട്ടു ജനകപുത്രി അയച്ചു ലക്ഷ്മണനെ എടുത്തു ബാണം കൊടുത്തു വിട്ടു തറച്ചുമാൻ കരഞ്ഞു കരച്ചിൽ കേട്ടു ജനകപുത്രി അയച്ചു ലക്ഷ്മണനെ അമ്പലിത്തെല്ലടിയുന്ന തമ്പുരാനെ മകനത്തെ കൊമ്പനുണ്ണി തമ്പുരാനെ കുമ്പിടുണ്ണി ഞാൻ ഇമ്പമോടുയർത്തിടണം കമ്പമില്ല ഒഴിത്തിന്റെ മുമ്പിൽ വന്നു വിളങ്ങണം കവിക്കും ചൊല്ലാൻ നല്ല മീൻ കണ്ണിയാ വാണി നല്ല പോലെ തുണക്കണം നല്ലതും വല്ലതായിടും നീ തുണയ്ക്കാൻ ഞാൻ വ്യാസനും ഗുരുക്കന്മാരും ഈശ്വരും ഈശ്വരിയോടെ സംശയത്തിൽ അഴകോടെ വാസം ചെയ്യണം ജൽപ്പവും തൃച്ചൂരന്മാരും മുപ്പാരീതിയിലുടയോന്റെ അയ്യപ്പാനിൽ കഴലിട ഞാൻ എപ്പോഴും വന്നേ കാറ്റുപോളം പേരുത്തുള്ള കായലിൽ തമ്പുരാക്കന്മാർ കൂറ്റനായോരോടി വച്ചു വലിക്കുന്നേരം രണ്ടു നാലല്ല നവധി കണ്ടുവച്ചു വലിക്കുമ്പോൾ മിണ്ടാതെ വലിച്ചെന്നാവിൽ വലച്ചിലേറും പാട്ടുപാടിക്കൊണ്ടു വലിച്ചെങ്കിലോ വലിച്ചിന്നു പൊട്ടമുണ്ടാമതിനൊരു പാട്ടുപാടുന്നേ പരമശിവ ദേവ പാർവതി വല്ലഭ ശരണം ഭഗാമേ
നമ്മുടെ സഹോദരിമാർക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. നമ്മൾ അടുത്തതായി ലഹരി വിരുദ്ധ ഗാനത്തിന് 2 ചുവട് വയ്ക്കുന്നു. എല്ലാവരും പരസ്പരം കൈകോർത്ത് നിൽക്കുക. അതിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് തൊഴുതുകൊണ്ട് നിൽക്കുക. അണിചേരുക ഒന്നായി പൊരുതിടുക, ലഹരിക്കെതിരെ നാം പൊരുതിടുക. അണിചേരുക ഒന്നായി പൊരുതിടുക, ലഹരിക്കെതിരെ നാം പൊരുതിടുക. ലഹരിക്കെതിരെ നാം പൊരുതിടുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം നമുക്ക് ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് എല്ലാവരും വിസ്തൃതം നിന്റെ രാജ്യം 3ാമത്തെ പെയറിന് കൈ കൊടുക്കുന്ന രീതിയിൽ നിന്നാൽ നമുക്ക് സ്റ്റിൽസ് ഒന്നെടുക്കാം. വിസ്തൃതം നിന്റെ രാജ്യം എന്ന ആ ഭാഗം വരുന്ന പദത്തില് 3ാമത്തെ പെയറിന് സ്റ്റെപ്പ് കൊടുക്കുന്ന രീതിയിൽ എല്ലാ ക്യാമറമാൻമാരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഷോട്ട് കൃത്യമായി തന്നെ നിങ്ങൾ എടുക്കുക. സെന്ററിലുള്ളവരൊന്ന് ജസ്റ്റ് വേഗം തന്നെ പുറത്തേക്ക് വരിക. വിസ്തൃതം നിന്റെ രാജ്യം, ഇതായിരുന്നു ഈ യൂണിയന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് വളരെ നന്നായി തന്നെ നിങ്ങൾ ചെയ്തു തന്നു. എല്ലാവർക്കും നല്ലൊരു കയ്യടി നൽകുന്നു. ഒപ്പം തന്നെ നാളെ പത്രങ്ങളിൽ വരുന്ന ഫോട്ടോ ഇതായിരിക്കും, ആകണം. ഓക്കെ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാ വാളണ്ടിയേഴ്സും എക്സിറ്റ് ഗേറ്റിൽ ഉടൻ തന്നെ എത്തിച്ചേരുക. എല്ലാ വാളണ്ടിയേഴ്സും എക്സിറ്റ് ഗേറ്റിൽ എത്തിച്ചേരുക. അംഗങ്ങൾക്ക് വേണ്ട വെള്ളം ഇപ്പോൾ തന്നെ നൽകുക. എല്ലാവരും അവിടെ തന്നെ നിൽക്കുക. നമ്മൾ ആദ്യം കുട്ടികളെ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കാം. ബാഡ്ജില്ലാത്ത ആരും തന്നെ നിൽക്കേണ്ടതില്ല. ബാഡ്ജില്ലാത്ത ആരും തന്നെ ഇവിടെ നിൽക്കേണ്ടതില്ല. മറ്റുള്ളവർ നിൽക്കുക. പുറത്തേക്ക് വിടുക. ടിവിയിലെ ഒരു ബ്ലാക്ക് സ്ക്രീൻ വന്നിട്ട് ടി വി ചാനൽ എന്ന് മാത്രമേ നിൽക്കുക.